ഈ വീട്ടിൽ നിന്ന് വോക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്യാം. എന്താ? എന്റെ ബാലറ്റ് പെട്ടിയിൽ ഒരു നോമിനേഷൻ വളരുന്നുണ്ടച്ചാ. നിനക്ക് നാലാൾ അറിയേ അന്തസ്സായിട്ട് വോട്ട് ചെയ്യാമായിരുന്നു. എന്തിനാ മോളെ നീ കള്ള വോട്ട് ചെയ്തു? ഇതെങ്ങനെ സംഭവിച്ചു? ഒടുവിൽ ബില്ലതു കിട്ടിയ നേരം പുത്തൻ കളസം ഇങ്ങനെ കീറി. ഒടുവിൽ ബില്ലതു കിട്ടിയ നേരം പുത്തൻ കളസം ഇങ്ങനെ കീറി. അവിടെയുണ്ട് പോസ്റ്റുകൾ, ഇവിടെയുണ്ട് പോസ്റ്റുകൾ, അവിടെയും ഇവിടെയും പോസ്റ്റുകളുണ്ട്. ചരിത്രം ചിത്രങ്ങളിലൂടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഡൈസ് ഉരുട്ടാം. എന്നിട്ട് ഏത് ചിത്രത്തിൽ നിന്നും നമുക്ക് ചരിത്രം പറയണമെന്ന് ആലോചിക്കാം. നമ്പർ 6 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും അടുത്ത ഒന്നുകൂടെ നമുക്ക് നോക്കാം. 3 6 + 3 9. ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു ചരിത്രമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്നല്ല, വെറും സൂപ്പർ കോമഡി ഷോ എന്ന് പറഞ്ഞാണ് നമ്മളിവിടുന്ന് പോകുന്നത്. മലയാളത്തിൽ ശരിക്കും ഈ കാസറ്റ് വിപ്ലവം എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു കാസറ്റാണ് ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു കാസറ്റാണ്. ഇതിനു മുമ്പ് ആദ്യം കലാഭവൻ്റെ 87 കാസറ്റ് ഇറങ്ങിയപ്പോഴും ഇത്തരം ഒരു വലിയ വിപ്ലവമായിരുന്നു. കാരണം അന്ന് പലവരുടെയും വീടുകളിൽ VCR ഒന്നും ഇല്ല, ഇത്രയും നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പലരും പല വീടുകളിൽ ചെന്നിട്ടാണ് അന്നത്തെ ഈ കാസറ്റുകളൊക്കെ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അന്ന് ഇറക്കിയ കുറേ കാസറ്റുകൾ ഉണ്ടല്ലോ, ഹരിശ്രീ, മിമിക്സ് പരേഡ്. ഇനി അല്പനേരത്തേക്ക് കൊച്ചിൻ ഓസ്കാറിന്റെ മിമിക്സ് പരേഡ്. കലാഭവൻ കോമഡി. നീ ഇന്നലെ എന്താ ചെയ്ത്? ആ ദീപമോളുടെ വായിൽ നീ എന്താ മണ്ണെടുത്തൊഴിച്ചത്? മുതലാളിയല്ലേ പറഞ്ഞത് ദീപമോള് വീട്ടിലെ വിളക്കാണെന്ന്. കറണ്ട് പോകുമ്പോ കത്തിക്കാന്ന് ഓർത്തിട്ട് വായില് മണ്ണെണ്ണ ഒഴിച്ചു നോക്കിയതാണ്. മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ. ആടെ ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷിൽ ഒരു വാക്ക് ചോദിക്കും, അതിന്റെ ഉത്തരം ആടിങ്ങാട് പറയും. അവസാനം പറയരുതട്ടാ. ആടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാണ്? ആടെ അങ്ങനെ കലാഭവൻ, സിൽവർ ജൂബിലി, അങ്ങനെ കുറേ കാസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗൾഫിൽ നടന്ന ഷോകളിൽ നമ്മളിവിടെ വന്ന് നമ്മൾ സെൻസർ ചെയ്ത് ഗംഭീരമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വളരെ വെറൈറ്റി ഉള്ള ഒരു കാസ്റ്റായിരുന്നു. ഈ കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേരുടെ ലൈഫിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. എൻ്റെയും ശരിക്കും എൻ്റെ പേര് നമ്മൾ സൂപ്പർ കോമഡി ഷോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ അവിടെ ഈസ്റ്റേൺ വന്ന് എൻ്റെ മുകളിൽ ചാടിയതാണ്. ഞങ്ങളവിടെ ഷോ ചെയ്യാൻ നേരത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് പണിക്കരേട്ടൻ വിളിച്ചു, TSS പണിക്കർ, അദ്ദേഹമാണ് ഇതിൻ്റെ സ്പോൺസർ.
ബഹറിലാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവായത്. കാരണം കലാഭവൻ്റെ വേൾഡ് ടൂറെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കാസറ്റ് ഇതിനൊക്കെ ഒരു വലിയ ബാനറായി. അപ്പോൾ നമുക്കൊരു ഷോ നടത്തിയാലോ പ്രസാദ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നടത്താം, ഞങ്ങൾ നടത്താം. അപ്പോൾ അതിൽ ടിനി ടോം ഉണ്ട്, അപ്പം മനോജ് ആണ് ഗിന്നസ് ആയിട്ടില്ലെന്ന്, അതുപോലെ ഉണ്ണി എസ് നായർ, സുബി, ഇങ്ങനെയുള്ളവരൊക്കെയാണ്. പിന്നെ ഷിനോദ്, ജയരാജ്. അപ്പോൾ ഇവരൊന്നും ബ്രാൻഡഡ് ആയിട്ടില്ല, ബാനർ വന്നിട്ടില്ല ഇവരൊക്കൊന്നും, എനിക്ക് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ആരെങ്കിലും ഒരു താരം വേണം, താരം ഉണ്ടെങ്കിലേ ഇന്നത്തെ ശരിയാവുള്ളൂ തന്നെ. കാരണം ഇതിലും വലിയ താരങ്ങൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ പോയിട്ട് പോലും ഓഡിയൻസ് ഇല്ലാതെ ഈ 5000 പേരുടെ ഓഡിറ്റോറിയം എടുത്തിട്ട് ആകെ 500 പേര് മാത്രമുള്ള ഒരുപാട് സംഭവങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ താരം വേണം. അങ്ങനെ ഈ ഷോ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് മടക്കി വെച്ചതാണ്. വീണ്ടും പണിക്കരേട്ടൻ്റെ ഒരു വിളി വരും, നമുക്ക് നോക്കാം, അത് ഇവരൊക്കെ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതല്ലേ, കുറേ ആളുകൾക്ക് അറിയില്ലേ, കണ്ടാലൊക്കെ അറിയില്ലാരും, എന്നാൽ പിന്നെ നമുക്കങ്ങ് ഒരെണ്ണം നടത്തി നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഇൻട്രസ്റ്റാണ്, സാധാരണ നമ്മളെ ഇൻട്രസ്റ്റ് പിടിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ റിഹേഴ്സൽ, ഒരു മാസത്തെ തന്നെ എഴുത്തുണ്ട്. കാരണം അന്ന് സിനിമയിലൊക്കെ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഷിനോദും ജയരാജ് ചെറിയുണ്ട്, മനോജുണ്ട്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എഴുതുകയാണ്. ഇവരാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എഴുത്തിൽ. അതിനുശേഷം പിന്നെ അതുപോലെ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയായി വന്നപ്പോൾ എല്ലാവരും അത് ശരിയാവില്ല, അതൊക്കെ ക്ഷേത്രകലയാണ്. നമ്മൾ ഓട്ടംതുള്ളലാണ് ആക്ഷേപഹാസ്യം തുടങ്ങി വെച്ചേക്കുന്നത്, അപ്പോൾ നമുക്കത് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ അതിന് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്റർ വീട്ടിൽ പോയതും കണ്ടതും റിഹേഴ്സൽ ചെയ്തതുമായിട്ടുള്ളൊരു കഥ. അങ്ങനെ എല്ലാം കൂടെ ഒരു 1.5 മാസത്തെ റിഹേഴ്സലിന് ശേഷം ഞങ്ങൾ ഗൾഫിലെത്തി. ആദ്യത്തെ ഷോയിൽ സാധാരണ ആളുകളുണ്ടായിരുന്നു, പിന്നെ ഷോ മാറുന്നതോറും ജനം അങ്ങോട്ട് കൂടിക്കൂടി അങ്ങ് വരികയാണ്. ഞങ്ങൾ കുവൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഒരിക്കലും ഇപ്പോൾ പറഞ്ഞാൽ വിശ്വാസമാവില്ല. കാരണം ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഡിയൻസിൻ്റെ ഇരിക്കുന്ന ഫ്രണ്ട് സീറ്റും അതുപോലെ സ്റ്റേജും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, ഒരു 10-15 അടി ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് മുഴുവൻ ജനങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുക. അതിൻ്റെ ഈ ആളുകൾ നിന്നിട്ട് ആളുകളുടെ കൈ മുഴുവൻ സ്റ്റേജിൻ്റെ മുകളിലാണ്, അത്രയും ഓഡിയൻസാണ്. ജയവിജയന്മാരിൽ ജയമാഷ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗായകനായ. അപ്പോൾ ജയമാഷ് ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അകത്തിരുന്ന് കണ്ട സൈഡിൽ. പിന്നെ അദ്ദേഹത്തിന് പുറത്തോട്ട് പോകാൻ പറ്റണില്ല. ഓഡിയൻസ് ആണെങ്കിൽ ഇടയ്ക്കൊരു വലിയ നീളമുള്ള പോസ്റ്റ് ഇടിച്ച് വാതിലിടിച്ചിട്ട് വാതിലിൻ്റെ 6 വീജാഗിരികളും കേട്ടോ, ഈ 6 വീജാഗിരികളും ഇളകിയിട്ട് ഓഡിയൻസ് അകത്ത് കയറുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും CD സലീമിൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ച ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വാസമില്ല. അത്രയും ജനങ്ങളായിരുന്നു അന്നത്തെ ആ കുവൈറ്റിലെ ഷോ, അത് കണ്ടവർക്കറിയാം. ഏതായാലും അങ്ങനെ ആ ഷോ എല്ലാം നടത്തി അതിൻ്റെ ഒരു സന്തോഷ ലഹരിയിൽ ഞങ്ങൾ എയർപോർട്ടിലെത്തി. കുവൈറ്റ് എയർപോർട്ടിൽ, സാധാരണ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സെൻഡ് ഓഫ് ചെയ്യാൻ 5-10 പേരൊക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് അതുകൊണ്ടാവില്ല, ചില സ്ഥലത്ത് കുറച്ച് പേര്. ഇതൊരു 10-200 പേര് നമ്മളെ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നു. നമ്മൾ സന്തോഷത്തിൽ അങ്ങനെ അവിടെ നിന്ന് കയറി മസ്കറ്റിലെത്തി. അടുത്ത ഷോ മസ്കറ്റാണ്, ഹമീദൊക്കെ നടത്തുന്നത്. ആ മസ്കറ്റ് ഷോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നാട്ടിലോട്ടാണ്. മസ്കറ്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് കോസ്റ്റ്യൂമിൻ്റെ പെട്ടി എടുത്തില്ല, അത് പോയിട്ട് കിടക്കുക. അവിടെ ഇറക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിൻ്റെ ആ കളർ എനിക്ക് ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാൻ എയർപോർട്ടിലെത്തുമ്പോൾ അതിനുശേഷം ഒരു 5-6 ഷോയിന് എവിടെ ചെന്നാലും ഈ പെട്ടികൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ദൈവമേ, നമ്മുടെ പെട്ടിയല്ല, മൂലയിൽ കുറേ പെട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ആളുകളില്ലാത്ത പെട്ടി. അവിടെ ഞാനിങ്ങനെ നോക്കും. അതിപ്പോഴും ആ പെട്ടി, എയർപോർട്ടിലും പെട്ടിയും കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും ഞങ്ങൾ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ ചെല്ലുമ്പം ഒരു 10-20 പെട്ടി ഉണ്ടാവില്ല നമ്മുടെ ഗ്രൂപ്പിൻ്റെ. ഓരോന്നിനും നമ്പർ ഇട്ട് ഓരോന്നിലും ഒരു റിബൺ കെട്ടി ആദ്യം ആ കോസ്റ്റ്യൂംസ് പെട്ടി കയറ്റി വിട്ടിട്ട് അവിടെ എത്തുമ്പോൾ ഈ എല്ലാ പെട്ടി ഇറക്കി കറക്റ്റ് നമ്പർ 18 എണ്ണം 14 എണ്ണം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുകയുള്ളൂ. ഇത് നമ്മളെ പഠിപ്പിച്ചത് അന്നത്തെ ആ ഒരൊറ്റ വലിയ സംഭവമാണ്. അങ്ങനെ മസ്കറ്റിലെത്തിയപ്പം സംഗതി ബാഗ് മിസ്. നമ്മുടെ കോസ്റ്റ്യൂം ബാഗ് എന്ന് പറയുന്ന സംഭവം മിസ്. ഇതിനകത്തായിരുന്നു എല്ലാ വീഡിയോ കാസറ്റ്സ് ഷൂട്ട് ചെയ്ത കംപ്ലീറ്റ് ഐറ്റം. മാത്രമല്ല ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. കാരണം അവസാനത്തെ 3 ഷോ, അതായത് നമ്മൾ ദോഹയിലും ബഹ്റിലും കുവൈറ്റിലും നടന്ന ഷോ, ഈ ഷോയുടെ നമ്മൾ സ്റ്റേജ് ഐറ്റം ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം സ്റ്റേജ് ഐറ്റംസ് നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓഡിയൻസ് റിയാക്ഷനും അതുപോലെ അറിയാലോ, ആ കാസറ്റ്സിലെ ഓഡിയൻസിൻ്റെ ചിരിയും കൈഡിയൊക്കെ ഇട്ട് നന്നായിട്ട്. അതുപോലെ തന്നെ പാട്ടുകാരൻ പാടുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവർ പാടുന്നതും കാണാം, ഓഡിയൻസിനെയും കാണാം. അപ്പോൾ നമ്മൾ ഗൾഫ് ഷോ. അതുപോലെ ഡാൻസ് ചെയ്യുമ്പോഴും അതെ, ഡാൻസിൻ്റെ ബാക്കിൽ നിന്നുള്ള ആംഗിൾ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയുള്ള ഐറ്റംസാണ് അതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാധനം മാത്രം
അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പുള്ളി അത് വെക്കാൻ മറന്നുപോയി. ഞാൻ സലീമിനെ കുറേ വഴക്ക് പറയും, നിങ്ങൾ എന്താണ് ഈ മറ്റേതിനകത്ത് വെക്കാത്തത്, ഇനിയിപ്പോൾ കോസ്റ്റ്യൂം ബാഗിൽ ഇനി വരും നമ്മൾ വേറൊരു ബാഗ് കൊണ്ട് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫയർ ചെയ്തു. പക്ഷേ അതാണ് നമുക്ക് രക്ഷയായത്. മാത്രമല്ല മസ്കറ്റിലെത്തിയപ്പോൾ നിങ്ങളായിരിക്കും അവിടെ വന്ന് എങ്ങനെയെങ്കിലും ഈ ഷോ ചെയ്യാമെന്ന്. നമ്മൾ ഓരോ ഐറ്റവും കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സോങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഡ്രസ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു ഇത്ര പെട്ടെന്ന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത്ര ഫാസ്റ്റായിട്ടാണ് ഡ്രസ്സ് എല്ലാം വെൽക്രോ അല്ലേ, ബോയ്സും ഗേൾസും. ഐറ്റം കഴിഞ്ഞത് മാറലും ഒരാൾ അത് മാറ്റും, വേറെ ആൾ ഇടലും നിങ്ങൾ കയറില്ല, ഇങ്ങനെ ടക്ടെന്ന് പറയും. ഇങ്ങനെ അയച്ച സംഭവം വെൽക്രോ വെച്ച് ഡ്രസ്സ് ഇട്ടു. അപ്പോൾ അത്രയും പ്രിപ്പയർഡായിട്ടാണ് നമ്മൾ ഡ്രസ്സ് കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കാസറ്റ് എല്ലാം പോയതുകൊണ്ട് വീണ്ടും ഷൂട്ട് ചെയ്ത് കാസറ്റ് ഇറക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഈസ്റ്റേൺ എടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ആ കാസറ്റ് ഒന്നുകൂടി നന്നായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. ഞങ്ങളത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല മീരാനിക്ക് എടുത്ത്. അവസാനം ഞങ്ങൾ അത് എറണാകുളത്ത് വെച്ച് ഈ പ്രോഗ്രാം എല്ലാം രണ്ടാമത് റീഷൂട്ട് ചെയ്തു. പിന്നെ മസ്കറ്റിൽ ഞങ്ങൾ ഷോ നടത്താൻ വേണ്ടി ഞങ്ങൾ കടകൾ മുഴുവൻ തെണ്ടി നടന്ന് ഓരോ രാജാപ്പാട്ട് ഡ്രസ്സും അതും ഇതും ഒക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പോലീസുകാരുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഏതോ മലയാളി സമാജത്തിൻ്റെ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് ഉണ്ണിയൊക്കെ എടുത്തിട്ട് എല്ലാവരും എടുത്തിട്ട് ശേഷം ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനെ അവതരിപ്പിച്ചു. അവിടെയുണ്ട് പോസ്റ്റുകൾ, ഇവിടെയുണ്ട് പോസ്റ്റുകൾ, അവിടെയും ഇവിടെയും പോസ്റ്റുകളുണ്ട്. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. പെട്ടെന്നതാ ഒരു പോലീസ് സ്റ്റേഷൻ. അവിടെയുണ്ട് പോലീസ് സ്റ്റേഷൻ, ഇവിടെയുണ്ട് പോലീസ് സ്റ്റേഷൻ, അവിടെയും ഇവിടെയും പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഞാൻ നേരെ ആ പോലീസ് സ്റ്റേഷൻ അകത്ത് കടന്നു ചെന്നപ്പോൾ 2 കോഞ്ഞാട്ട പോലീസുകാർ നിൽക്കുന്നു. അവിടെയുണ്ട് പോലീസുകാർ, ഇവിടെയുണ്ട് പോലീസുകാർ, അവിടെയും ഇവിടെയും പോലീസുകാരുണ്ട്. അവിടെയുണ്ട് ഇടികളും, ഇവിടെയുണ്ട് തൊഴികളും, ഇടികളും തൊഴികളും ഇവിടെയുമുണ്ട്. മനസ്സിലായോടാ? എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ നീ പുറത്ത് ചാടിക്കരുത്. പിന്നെ ഒരു മാക്രി പുറത്തിയാടി എനിക്ക് ഐറ്റംസ് എല്ലാം അവതരിപ്പിച്ചു. കോസ്റ്റ്യൂംസൊക്കെ ഒപ്പിക്കൽസ് ആയിരുന്നു. ആ ഒപ്പിക്കൽസൊക്കെ വെച്ച് ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തി. പിന്നെ ഈ കാസറ്റിന് വേണ്ടിയുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ നമ്മുടെ. ആ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ രണ്ടാമത് റീഷൂട്ട് ചെയ്തു ഈ മസ്കറ്റിൽ ഒരു ദിവസം. അവിടെ വെച്ചൊരു സോങ് ഷൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ബഹറിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഒരു സോങ് ഉണ്ടോ, ഇതിനകത്ത് ഇപ്പം നമ്മൾ രാജേഷുണ്ട്, അതുപോലെ പ്രകാശ് ബാബുവും അശ്വിതേനുള്ളത്. അങ്ങനെ നിരവധി സോങ്സ് ദുബായിലൊക്കെ വെച്ചിട്ട് ഒരു മോഡൽ പോലെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ദുബായിൽ വെച്ച് പ്രകാശ് ബാബുമായിട്ടൊക്കെ ശരിക്കും ഒരു ഹിന്ദി ഫിലിം കാണുന്ന സ്റ്റൈലിലാണ് ഷൂട്ട് ചെയ്തത്. അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈസ്റ്റേൺ എന്നുള്ളൊരു ബാനർ വന്നു. അങ്ങനെ കാസറ്റിൻ്റെ പേര് ആളുകൾ പറഞ്ഞ് ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്നായി. അതിനുശേഷം മീരാനിക്കായിട്ടും നല്ലൊരു ബന്ധം വന്നു. വീണ്ടും ഞങ്ങളുടെ പല കാസറ്റുകളും ഒക്കെ ഈസ്റ്റേൺ കറി പൗഡർ സ്പോൺസർ ചെയ്തു.